നമസ്കാരം, ഹൈറേഞ്ച് വാർത്തയിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകളിലേക്ക്. ഏലക്ക വിപണിയിൽ ഉണ്ടായിട്ടുള്ള വില വർധനവ് കാർഷിക മേഖലയ്ക്ക് പ്രതീക്ഷ. കഴിഞ്ഞ കുറേ ദിവസങ്ങളായി തുടർച്ചയായി വിപണിയിൽ ഏലക്കായ്ക്ക് വില വർദ്ധിക്കുന്നത് കർഷകർക്ക് പ്രതീക്ഷ നൽകുന്നു. എന്നാൽ ഉയർന്ന വില ലഭിക്കുമ്പോഴും വേണ്ടവിധം വിപണിയിലെത്തിക്കാൻ ഉൽപ്പന്നമില്ലാത്തത് പ്രതിസന്ധി. സുഹൃത്തിന്റെ മൃതദേഹവുമായി തമിഴ്നാട്ടിൽ നിന്നും മരണാനന്തര ചടങ്ങുകൾക്ക് വണ്ടിപ്പെരിയാറിലേക്ക് വരുന്നതിനിടെ മദ്യത്തിൽ ബാറ്ററി വെള്ളം കലർത്തി കഴിച്ച ഒരാൾ മരിച്ചത് ചുരക്കുളം അപ്പർ ഡിവിഷൻ കല്ലുവേലിപ്പറമ്പിൽ ജോബിൻ. ഒപ്പമുണ്ടായിരുന്ന സുഹൃത്തിനെ ഗുരുതരാവസ്ഥയിൽ കോട്ടയം മെഡിക്കൽ കോളേജിൽ പ്രവേശിപ്പിച്ചു. തൊടുപുഴയിൽ 34 ഗ്രാം MDMA-യുമായി യുവാവ് പിടിയിലായത് കുമാരമംഗലം സ്വദേശി റസിൻ ഫാമിൻ. ടോറസ് ലോറിയിൽ കഞ്ചാവ് കടത്തിയ കേസിൽ ഒളിവിൽ കഴിഞ്ഞിരുന്ന 3ാം പ്രതി എക്സൈസ് സംഘത്തിന്റെ പിടിയിൽ. മോദി സർക്കാർ വയനാട്ടിലെ ദുരിതബാധിതരോട് കാട്ടുന്ന അവഗണനയിലും വഞ്ചനയിലും പ്രതിഷേധിച്ച് CPI കട്ടപ്പന ഹെഡ് പോസ്റ്റ് ഓഫീസിലേക്ക് മാർച്ചും ധർണയും സംഘടിപ്പിച്ചു. വയനാട്ടിൽ ദുരിതബാധിതരെ വഞ്ചിച്ച പ്രധാനമന്ത്രിക്ക് മരിച്ചവരുടെ ആത്മാക്കൾ പോലും മാപ്പു നൽകില്ലെന്ന CPI സംസ്ഥാന കൗൺസിൽ അംഗം KK ശിവരാമൻ. വിശദമായ വാർത്തകളിലേക്ക്. ഏലക്ക വിപണിയിൽ ഉണ്ടായിട്ടുള്ള വില വർധനവ് കാർഷിക മേഖലയ്ക്ക് പ്രതീക്ഷ നൽകുന്നു. കഴിഞ്ഞ കുറേ ദിവസങ്ങളായി തുടർച്ചയായി വിപണിയിൽ ഏലക്കായ്ക്ക് വില വർദ്ധിക്കുന്ന സാഹചര്യമുണ്ട്. എന്നാൽ ഉയർന്ന വില ലഭിക്കുമ്പോഴും വേണ്ടവിധം വിപണിയിലെത്തിക്കാൻ ഉൽപ്പന്നമില്ലെന്ന നിരാശയാണ് വലിയൊരു വിഭാഗം കർഷകരും മുമ്പോട്ട് വയ്ക്കുന്നത്. കാർഷിക മേഖലയ്ക്ക് ഉണർവ് നൽകിയ ഏലക്ക വില വർദ്ധിക്കുകയാണ്. ഉയർന്ന വില 3000-ന് മുകളിലേക്കെത്തി. 2700-നടുത്താണ് ശരാശരി വില. കഴിഞ്ഞ ഏതാനും ദിവസങ്ങൾക്കിടയിൽ 300 മുതൽ 350 രൂപയുടെ വരെ വർധനവാണ് ഏലക്കായ്ക്ക് ഉണ്ടായിട്ടുള്ളത്. കഴിഞ്ഞ കുറേ ദിവസങ്ങളായി തുടർച്ചയായി വിപണിയിൽ ഏലക്കായ്ക്ക് വില വർദ്ധിക്കുന്ന സാഹചര്യമുണ്ട്. ഏലക്ക ഉൽപാദനത്തിൽ വന്നിട്ടുള്ള കുറവാണ് വില വർധനവിന് കാരണമെന്ന് പറയപ്പെടുന്നു. കാലാവസ്ഥാ വ്യതിയാനത്താൽ ഏലച്ചെടികൾ വലിയ തോതിൽ നശിച്ചതോടെ ഏലക്കായുടെ വിലയിൽ വർധനവുണ്ടാകുമെന്ന കണക്കുകൂട്ടൽ കർഷകരും വ്യാപാരികളും വച്ചുപുലർത്തിയിരുന്നു. കടുത്ത വരൾച്ചയെ തുടർന്ന് മാസങ്ങൾക്ക് മുമ്പ് ഹൈറേഞ്ചിലെ ഏലച്ചെടികൾ വലിയ തോതിൽ ഉണങ്ങി നശിച്ചിരുന്നു. അതുകൊണ്ട് തന്നെ 1ഉം 2ഉം വിളവെടുപ്പ് കഴിഞ്ഞതോടെ പല ഏലത്തോട്ടങ്ങളിലും ഏലക്ക ഇല്ലാത്ത അവസ്ഥയായി. ഇത് ഉൽപാദനത്തെ പ്രതികൂലമായി ബാധിച്ചിട്ടുണ്ട്. ലഭിച്ച ഏലക്ക വിലയിൽ ഇനിയും വർധനവുണ്ടാകുമെന്ന പ്രതീക്ഷയിൽ വിറ്റഴിക്കാത്ത കർഷകരുമുണ്ട്. വില വർദ്ധിച്ചതോടെ ഏലം കർഷകർ ചെടികളുടെ പരിപാലനം കൂടുതൽ കാര്യക്ഷമമാക്കി. ഈ സീസണിൽ ഉയർന്ന വില ലഭിക്കുമ്പോഴും വേണ്ടവിധം വിപണിയിലെത്തിക്കാൻ ഉൽപ്പന്നമില്ലെന്ന നിരാശയാണ് വലിയൊരു വിഭാഗം കർഷകരും മുമ്പോട്ട് വയ്ക്കുന്നത്. വില വർദ്ധിച്ചതോടെ കൂടുതൽ കർഷകർ ഏലം കൃഷിയിലേക്ക് തിരിയുന്ന സാഹചര്യവുമുണ്ട്. സുഹൃത്തിന്റെ മൃതദേഹവുമായി തമിഴ്നാട്ടിൽ നിന്നും മരണാനന്തര ചടങ്ങുകൾക്ക് വണ്ടിപ്പെരിയാറിലേക്ക് വരുന്നതിനിടെ മദ്യത്തിൽ ബാറ്ററി വെള്ളം കലർത്തി കഴിച്ച ഒരാൾ മരിച്ചു. ചുരക്കുളം അപ്പർ ഡിവിഷൻ കല്ലുവേലിപ്പറമ്പിൽ ജോബിനാണ് മരിച്ചത്. ഒപ്പമുണ്ടായിരുന്ന സുഹൃത്തിനെ ഗുരുതരാവസ്ഥയിൽ കോട്ടയം മെഡിക്കൽ കോളേജിൽ പ്രവേശിപ്പിച്ചു. വണ്ടിപ്പെരിയാർ ചുരക്കുളം അപ്പർ ഡിവിഷനിൽ താമസിക്കുന്ന പ്രതാപ് കഴിഞ്ഞ ദിവസം തമിഴ്നാട് തിരുപ്പൂരിൽ വെച്ച് മഞ്ഞപ്പിത്തം ബാധിച്ച് മരിച്ചിരുന്നു. പ്രതാപിന്റെ മൃതദേഹവുമായി വണ്ടിപ്പെരിയാർ സ്വദേശികളായ ജോബിൻ, പ്രഭു എന്നിവർ ഉൾപ്പെട്ട 5-അംഗ സംഘമാണ് വണ്ടിപ്പെരിയാറിലേക്ക് യാത്ര തിരിച്ചത്. ഇവർ കുമളിയിലെത്തിയതോടെ കൂടെയുണ്ടായിരുന്നവർ ചായ കുടിക്കുന്നതിനായി പുറത്തേക്കിറങ്ങി. ഈ സമയം വാഹനത്തിലുണ്ടായിരുന്ന ജോബിനും പ്രഭുവും തമിഴ്നാട്ടിൽ വെച്ച് കഴിച്ച മദ്യത്തിന്റെ ബാക്കി ആംബുലൻസിന്റെ ബാറ്ററിയിൽ ഒഴിക്കാൻ വെച്ചിരുന്ന ബാറ്ററി വെള്ളത്തിൽ കലർത്തി കഴിക്കുകയായിരുന്നു. തുടർന്ന് ദേഹാസ്വസ്ഥ്യം അനുഭവപ്പെട്ടതോടെ ഇവരെ കുമളിയിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. എന്നാൽ ജോബിന്റെ ജീവൻ രക്ഷിക്കാനായില്ല. കൂടെയുണ്ടായിരുന്ന പ്രഭുവിനെ പ്രാഥമിക ചികിത്സ നൽകിയ ശേഷം കോട്ടയം മെഡിക്കൽ കോളേജിലേക്ക് മാറ്റി. ഇയാൾ ആശുപത്രിയിൽ അത്യാഹിത വിഭാഗത്തിൽ ചികിത്സയിലാണ്. തൊടുപുഴയിൽ 34 ഗ്രാം MDMA-യുമായി യുവാവ് പിടിയിൽ. കുമാരമംഗലം സ്വദേശി റസിൻ ഫാമിനാണ് പിടിയിലായത്. തൊടുപുഴ കാർഷിക വികസന ബാങ്കിലെ ജീവനക്കാരനാണ് ഇയാൾ. തൊടുപുഴ കേന്ദ്രീകരിച്ച് ലഹരി ഇടപാടുകൾ കൂടുതലായതിനെ തുടർന്ന് പോലീസ് പരിശോധന കർശനമാക്കിയിരുന്നു. ഇതിനിടെയാണ് എറണാകുളത്ത് നിന്ന് MDMA തൊടുപുഴയിലെത്തിച്ച് വിൽപ്പന നടത്താനുള്ള ശ്രമത്തിനിടെ റസിനെ പോലീസ് പിടികൂടിയത്. തൊടുപുഴയിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ കേന്ദ്രീകരിച്ച് ലഹരി വിൽപ്പനയും ഉപയോഗവും വർദ്ധിക്കുന്നതായുള്ള വിവരത്തിന്റെ അടിസ്ഥാനത്തിലായിരുന്നു പോലീസ് പരിശോധന. വരാൻ സാധ്യതയുള്ള വഴിയിൽ വാഹന പരിശോധന നടത്തിയത് പുലർച്ചെ 1 മണിയോട് കൂടിയിട്ട് ഏകദേശം 1 മണി കറക്റ്റ് ടൈമിൽ 1 മണിയോട് കൂടിയിട്ട് കാർ വരികയും ഇത് വെളുത്ത കാർ വരികയും അതിൽ നിന്നും പരിശോധനയിൽ 34 ഗ്രാം MDMA കണ്ടുപിടിക്കുകയും ചെയ്തു. കൊമേഴ്സ്യൽ ക്വാണ്ടിറ്റിയാണ്. വാഹനം ഓടിക്കുന്ന വാഹനത്തിനകത്ത് അംഗവും MDMA സൂക്ഷിച്ചിരുന്നതായ റസിൻ എന്ന ചെറുപ്പക്കാരനെ നമ്മളിൽ അറസ്റ്റ് ചെയ്തു.
തൊടുപുഴയിലെ ലഹരി ഇടപാടുകൾ നിയന്ത്രിക്കുന്ന വിദേശ മലയാളിയെക്കുറിച്ചുള്ള വിവരങ്ങളും പോലീസിന് ലഭിച്ചിട്ടുണ്ട്. നിലവിൽ പോലീസിന്റെ പിടിയിലായിരിക്കുന്ന റിസിൻ ഫാമിൻ തൊടുപുഴ കാർഷിക വികസന ബാങ്കിലെ ജീവനക്കാരനാണ്. ടോറസ് ലോറിയിൽ കഞ്ചാവ് കടത്തിയ കേസിൽ ഒളിവിൽ കഴിഞ്ഞിരുന്ന മൂന്നാം പ്രതി എക്സൈസ് സംഘത്തിന്റെ പിടിയിലായി. അടിമാലി മാങ്കടവ് സ്വദേശി ഷൈബി എന്ന് വിളിക്കുന്ന ഷൈമോനാണ് പിടിയിലായത്. ഇയാളെ തൃശൂരിൽ നിന്നുമാണ് കസ്റ്റഡിയിലെടുത്തത്. കഴിഞ്ഞ ഓഗസ്റ്റ് മാസത്തിൽ പൂപ്പാറയിൽ വെച്ചായിരുന്നു ടോറസ് ലോറിയിൽ കടത്തിക്കൊണ്ടുവന്ന കഞ്ചാവ് അടിമാലി നാർക്കോട്ടിക് സംഘം പിടിച്ചെടുത്തത്. ഈ സംഭവത്തിലാണ് അടിമാലി മാങ്കടവ് സ്വദേശി ഷൈബി എന്ന് വിളിക്കുന്ന ഷൈമോനെ ഇടുക്കി സ്പെഷ്യൽ സ്ക്വാഡ് സർക്കിൾ ഇൻസ്പെക്ടറും സംഘവും ചേർന്ന് തൃശൂരിൽ നിന്നും അറസ്റ്റ് ചെയ്തത്. ഇയാൾ കഞ്ചാവ് പിടിച്ചെടുത്ത സ്ഥലത്തു നിന്ന് ഓടി രക്ഷപ്പെടുകയും പിന്നീട് തമിഴ്നാട്, ഒറീസ എന്നിവിടങ്ങളിൽ ഒളിവിൽ കഴിയുകയുമായിരുന്നു. ഒറീസയിൽ നിന്നും എറണാകുളത്തുള്ള സുഹൃത്തിന്റെ വീട്ടിലേക്ക് വന്ന വഴി പ്രതി പിടിയിലാവുകയായിരുന്നു. വേറെയും കഞ്ചാവ് കേസിലെ പ്രതിയാണ് ഷൈബി എന്നാണ് എക്സൈസ് ഉദ്യോഗസ്ഥർ നൽകുന്ന വിവരം. പ്രതിയെ കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു. വയനാട്ടിൽ ദുരിതബാധിതരെ വഞ്ചിച്ച പ്രധാനമന്ത്രിക്ക് മരിച്ചവരുടെ ആത്മാക്കൾ പോലും മാപ്പു നൽകില്ലെന്ന CPI സംസ്ഥാന കൗൺസിൽ അംഗം KK ശിവരാമൻ. മോദി സർക്കാർ വയനാട്ടിലെ ദുരിതബാധിതരോട് കാട്ടുന്ന അവഗണനയിലും വഞ്ചനയിലും പ്രതിഷേധിച്ച CPI കട്ടപ്പന മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കട്ടപ്പന ഹെഡ് പോസ്റ്റ് ഓഫീസിലേക്ക് നടത്തിയ മാർച്ച് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. വയനാട്ടിലെ മുണ്ടക്കയിലും ചൂരൽമലയിലും ഉണ്ടായ ദുരന്തത്തിൽ മരിച്ചവരുടെ അടുത്ത് ചെന്ന ഫോട്ടോയെടുക്കാനും പാഴ് വാഗ്ദാനങ്ങൾ നൽകാനും മാത്രമാണ് ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി എത്തിയത്. ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ യാതൊരുവിധ കേന്ദ്ര സഹായവും ലഭ്യമാക്കാത്തത് മാപ്പർഹിക്കാത്ത തെറ്റാണെന്നും സമരം ഉദ്ഘാടനം ചെയ്തുകൊണ്ട് CPI സംസ്ഥാന കൗൺസിൽ അംഗം KK ശിവരാമൻ പറഞ്ഞു. ദുരന്ത നിവാരണങ്ങൾക്കായി ഗവൺമെന്റ് ഒരു നിശ്ചിത തുക നീക്കിവെക്കുന്നുണ്ട്. അത് ദുരന്തമുണ്ടായാലും ഇല്ലെങ്കിലും ആ പണം ഓരോ സംസ്ഥാനത്തിനും അവകാശപ്പെട്ടതാണ്. നമ്മുടെ സംസ്ഥാനത്തിന് നീക്കിവെച്ചിരിക്കുന്ന പണം എത്രയാ? 291 കോടി രൂപ. ആ 291 കോടിയുടെ 25% സംസ്ഥാന ഗവൺമെന്റ് വഹിക്കണം. ബാക്കിയാണ് കേന്ദ്രം തരേണ്ടത്. അതിൽ 145 കോടി രൂപയാണ് നമുക്ക് ലഭിച്ചിരിക്കുന്നത്. 400 മനുഷ്യർ മരിച്ചു മണ്ണടിഞ്ഞ ഈ രാജ്യം കണ്ട ഏറ്റവും വലിയ മഹാദുരന്തത്തിൽപ്പെട്ട് ഒരു നാടൊന്നാകെ കേടുമ്പോ സഹായത്തിന് വേണ്ടി അഭ്യർത്ഥിക്കുമ്പോ കാശിന്റെ സഹായം ഈ കേരളത്തോട് ചെയ്യാത്ത കേന്ദ്ര ഭരണാധികാരികൾ എവര് മനുഷ്യരാണോ എന്നാണ് ആദ്യമായി നാം ആലോചിക്കേണ്ടത്. മനുഷ്യരായി പിറന്ന ഒരാൾക്കും ഇങ്ങനെ ചെയ്യാൻ കഴിയില്ല. യോഗത്തിൽ കട്ടപ്പന സൗത്ത് ലോക്കൽ സെക്രട്ടറി KN കുമാരൻ അധ്യക്ഷനായിരുന്നു. CPI കട്ടപ്പന മണ്ഡലം സെക്രട്ടറി VR ശശി, AYF ജില്ലാ സെക്രട്ടറി KJ ചോയ്സ്, CPI ജില്ലാ കൗൺസിൽ അംഗം തങ്കമണി സുരേന്ദ്രൻ തുടങ്ങിയവർ സംസാരിച്ചു. KN കുമാരൻ, PJ സത്യപാലൻ, രാജൻകുട്ടി മുതുകുളം, സജി കുന്നുംപുറം, മനു K ജോൺ, ആനന്ദ് സുനിൽകുമാർ തുടങ്ങിയവർ നേതൃത്വം നൽകി. ഇരു കിഡ്നികളും തകരാറിലായ വണ്ടൻമേട് കൊച്ചറ പാറപ്പുറത്ത് രാജു തോമസ് തുടർ ചികിത്സയ്ക്കായി സുമനസുകളുടെ സഹായം തേടുന്നു. സഹായധനം കണ്ടെത്തുന്നതിനായി പൗരസമിതിയുടെ നേതൃത്വത്തിൽ അക്കൗണ്ട് തുറന്നതായി ഭാരവാഹികൾ കട്ടപ്പനയിൽ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. വണ്ടൻമേട് പഞ്ചായത്തിൽ കൊച്ചറ പാറപ്പുറത്ത് വീട്ടിൽ രാജു തോമസിന്റെ ഇരുവൃക്കകളും തകരാറിലായതോടെയാണ് തുടർ ചികിത്സയ്ക്കായി സുമനസുകളുടെ സഹായം തേടുന്നത്. ആഴ്ചയിൽ 3 തവണ ഡയാലിസിസ് ചെയ്താണ് ജീവൻ നിലനിർത്തുന്നത്. ഓട്ടോറിക്ഷ ഓടിക്കിട്ടുന്ന വരുമാനം കൊണ്ടാണ് കുടുംബം കഴിഞ്ഞിരുന്നത്. ഇരുവൃക്കകളും തകരാറിലായതോടെ നിത്യജീവിതത്തിനും തുടർ ചികിത്സയ്ക്കും കുടുംബം ഏറെ ബുദ്ധിമുട്ടുകയാണ്. 3 മക്കളുടെ വിദ്യാഭ്യാസമടക്കം പ്രതിസന്ധിയിലുമായി. ജീവൻ നിലനിർത്താൻ അടിയന്തരമായി കിഡ്നി മാറ്റിവെക്കുക മാത്രമാണ് ഏക പോംവഴിയെന്നാണ് വിദഗ്ധ ഡോക്ടർമാരുടെ നിർദ്ദേശം. അപ്പോൾ ഈ 1 വർഷക്കാലമായിട്ട് ഡയാലിസിസ് ചെയ്യുന്ന മറ്റുള്ളവരുടെ സഹായത്തോടും സാമ്പത്തിക സഹായത്തോടും കൂടിയായിരുന്നു. എന്നാൽ നമുക്ക് ഇതിന്റെ ചികിത്സയ്ക്ക് ശേഷം ഉടൻ തന്നെ 2 കിഡ്നി മാറ്റിവെക്കണമെന്നുള്ളൊരു തീരുമാനമാണ് വിദഗ്ധ ഡോക്ടർമാർ അറിയിച്ചിരിക്കുന്നത്. അതിന്റെ ഭാഗമായി നമ്മൾ അന്വേഷിച്ചപ്പോൾ ഏതാണ്ട് 50 ലക്ഷം രൂപയോളം മുടക്ക് വരും. കാരണം 3 കുഞ്ഞുങ്ങളുമായിട്ട് താമസിക്കുന്ന തീർത്തും നിവൃത്തിയില്ലാത്ത രാജു തന്നെയാണ് കുടുംബത്തിന്റെ, അദ്ദേഹത്തിന്റെ അമ്മയ്ക്കും ഭാര്യയ്ക്കും ഈ 3 മക്കൾക്കും ഒരു ആശ്രയം. അപ്പൊ അതുകൊണ്ട് ഞങ്ങൾ അവിടെ ഒരു ജനകീയ സമിതി വാർഡ് മെമ്പർസിന്റെയും വിവിധ സമുദായ സംഘടനകളുടെയും രാഷ്ട്രീയ സംഘടനകളുടെ എല്ലാ നേതൃത്വത്തിന്റെ നമ്മളൊരു ജനകീയ സമിതി അവിടെ വിളിച്ചു കൂട്ടുകയുണ്ടായി. ആ ജനകീയ സമിതിയുടെ നേതൃത്വത്തിൽ നമ്മുടെ നാട്ടിലുള്ള നമുക്കറിയാം, ഒരു ദിവസം അവർക്ക് കഴിയുന്ന വിധം നമ്മളിപ്പോൾ ഇന്ന രൂപ എന്ന് പറയുന്നത് നമ്മളൊരു അക്കൗണ്ട് നമ്പർ റെഡിയാക്കിയിട്ടുണ്ട്. അത് രാജുവിന്റെ അക്കൗണ്ടിലേക്ക് തന്നെ ചെല്ലുന്ന രീതിയിലാണ്. അത് ആ ഗ്രൂപ്പിനകത്ത് നമുക്ക് കൃത്യമായിട്ട് എല്ലാ ദിവസങ്ങളും അവർക്ക് കിട്ടുന്ന വരുമാനങ്ങൾ, കിട്ടുന്ന പൈസകൾ നമ്മളൊരു കണക്കിട്ടുകൊണ്ട് സുതാര്യമായ രീതിയിൽ നമ്മൾ എങ്ങനെയെങ്കിലും രക്ഷപ്പെടുത്തുക എന്ന ലക്ഷ്യമാണ്.
വൃക്ക മാറ്റിവെക്കുന്നതിന് ഭാരിച്ച സാമ്പത്തികം കണ്ടെത്തേണ്ടതുണ്ട്. ഈ സാഹചര്യത്തിലാണ് പൗരസമിതിയുടെ നേതൃത്വത്തിൽ രാജു തോമസിന്റെ പേരിൽ ബാങ്ക് അക്കൗണ്ട് തുറക്കുകയും സുമനസ്സുകളുടെ സഹായം തേടുകയും ചെയ്തത്. ഇപ്പോൾ വളരെ ദയനീയമായ അവസ്ഥയാണ് വീട്ടുകാരുടെ. ഇപ്പോൾ ഉള്ള ഒരു വീടും ഒരു 10 സെന്റ് സ്ഥലവും ഉള്ളൂ. അത് വിൽക്കേണ്ട അവസ്ഥ കടബാധ്യതയിലാണ് അവരിപ്പോൾ. ഇപ്പം സുമനസ്സുകളുടെ സഹായം ഉണ്ടെങ്കിൽ മാത്രമേ അവർക്ക് ഈ കിഡ്നി മാറ്റിവെക്കാൻ സാധിക്കത്തുള്ളൂ. അപ്പോൾ അതിനുവേണ്ടി എല്ലാ സുമനസ്സുകളുടെയും കഴിയുന്ന സഹായം, അത് ഈ കേരളത്തിലുള്ള മുഴുവൻ ആളുകളുടെയും സഹായം നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട്. യൂണിയൻ ബാങ്ക് പുറ്റടി ബ്രാഞ്ചിലാണ് അക്കൗണ്ട് തുറന്നിരിക്കുന്നത്. കൂടാതെ സുമനസ്സുകൾക്ക് 9846843630 എന്ന നമ്പറിലേക്ക് ഗൂഗിൾ പേ വഴിയും പണം അയക്കാവുന്നതാണ്. വാർത്താസമ്മേളനത്തിൽ വണ്ടൻമേട് പഞ്ചായത്ത് പ്രസിഡന്റ് സുരേഷ് മാനങ്കേരിയിൽ, പഞ്ചായത്ത് അംഗം ജോസഫ് മാടപ്പള്ളിയിൽ, ജോബൻ ആമോസ്, PS സനീഷ്, അച്യുതൻ നായർ, KJ കുര്യാക്കോസ്, ഫാദർ സാജൻ സ്കറിയ, T ഷാജി, ടോമി എന്നിവർ പങ്കെടുത്തു. DMK ഉപ്പുതറ ലോക്കൽ കമ്മിറ്റി ഓഫീസിന്റെ ഉദ്ഘാടനം നവംബർ 24-ാം തീയതി രാവിലെ 11 മണിക്ക് നടക്കും. കമ്പം MLA N രാമകൃഷ്ണൻ ഓഫീസ് ഉദ്ഘാടനം ചെയ്യുമെന്ന് ഭാരവാഹികൾ കട്ടപ്പനയിൽ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. നവംബർ മാസം 24-ാം തീയതി ഞായറാഴ്ച രാവിലെ 11 മണിക്കാണ് ദ്രാവിഡ മുന്നേറ്റ കഴകം ഉപ്പുതറ ലോക്കൽ കമ്മിറ്റി ഓഫീസ് ഉദ്ഘാടനം സംഘടിപ്പിച്ചിരിക്കുന്നത്. DMK ജില്ലാ സെക്രട്ടറി KK ജനാർദ്ദനൻ ഉദ്ഘാടന യോഗത്തിന് മുന്നോടിയായി പതാക ഉയർത്തും. തുടർന്ന് പ്രകടനവും പൊതുസമ്മേളനവും നടക്കും. ഓഫീസ് കെട്ടിടത്തിന്റെ ഉദ്ഘാടനവും DMK ഇടുക്കി വിഷൻ KJ എന്ന യൂട്യൂബ് ചാനലിന്റെ ഉദ്ഘാടനവും കമ്പം MLA N രാമകൃഷ്ണൻ നിർവഹിക്കും. ഉപ്പുതറയിൽ വെച്ച് DMKയുടെ പതാക ഉയർത്തൽ, കൊടികയറ്റ്, ഓഫീസ് ഉദ്ഘാടനം, പിന്നെ ഞങ്ങളൊരു യൂട്യൂബ് ചാനൽ ആരംഭിച്ചിട്ടുണ്ട്. അത് DMK ഇടുക്കി വിഷൻ JK എന്നാണ് യൂട്യൂബ് ചാനലിൻ്റെ പേര്. അപ്പം ഇത് ഉദ്ഘാടനം ചെയ്യുന്നത് നമ്മുടെ ബഹുമാനപ്പെട്ട കമ്പം MLA N രാമകൃഷ്ണനാണ് പങ്കെടുക്കുന്നതിനകത്ത്. പിന്നെ പൊതുസമ്മേളനം, പിന്നെ ബാക്കി കാര്യപരിപാടികളെല്ലാം ചെയ്യാൻ ഞങ്ങൾ ആഹ്വാനം ചെയ്തിട്ടുണ്ട്. പിന്നെ ഞങ്ങൾക്ക് പ്രത്യേകം ഒരു കാര്യം, ശരിക്കും ഇന്നിവിടെ ഇത് ഈ ഒരു പത്രസമ്മേളനം വിളിക്കാൻ കാരണം, DMKയുടെ കൊടി പതാകകൾ ഞങ്ങൾ കഴിഞ്ഞ പ്രാവശ്യവും ഇത് ഉന്നയിച്ചതായിരുന്നു ഈ സംഭവം. അത് വീണ്ടും ഈ അൻവറിൻ്റെ ഭാഗത്തു നിന്നുള്ള ഒരു ചെറിയ ഒരു പ്രവർത്തനങ്ങൾ വരുന്നുണ്ട്. ഞങ്ങളുടെ പതാകകൾ, ഞങ്ങളുടെ DMK ആണെന്ന് പറഞ്ഞുകൊണ്ടാണ് പുള്ളി ഇപ്പോൾ ആളെ ചേർക്കുന്നു ഒക്കെ സംവിധാനങ്ങൾ. അതും ഇപ്പോൾ ഈ പത്രസമ്മേളനത്തിൽ കർശനമായിട്ട് അത് ഞങ്ങളുടെ അല്ല എന്നും കൂടെ പറയാൻ വേണ്ടിയിട്ടാണ് ഇന്നിപ്പോൾ വിളിച്ചു ചേർക്കാനുള്ള കാരണം. പിന്നെ പാർട്ടിക്കകത്ത് ഞങ്ങളുടെ പാർട്ടിയിലേക്ക് വരുന്ന പ്രവർത്തകർ അവർ സ്വയമായിട്ടാണ് ഞങ്ങളുടെ പാർട്ടിയിലേക്ക് വരുന്നത്. ഞങ്ങൾ മറ്റൊരു പാർട്ടിയിൽപ്പെട്ട ഒരു വിഭാഗത്തിൽപ്പെട്ട ആൾക്കാരെ ക്യാൻവാസ് ചെയ്യുകയോ ഇല്ല അവരെ വീടുകൾ കയറി കേന്ദ്രീകരിച്ച് ചെന്ന് നമ്മൾ ബലമായിട്ട് പാർട്ടിയിലേക്ക് ചേർക്കുക, അങ്ങനെ ഒരു സംവിധാനങ്ങളൊന്നും നിലവിൽ ഞങ്ങൾക്ക് ഇപ്പം വന്നിട്ടില്ല. അപ്പോൾ മുക്കിനും മൂലയ്ക്കുമൊക്കെ ഞങ്ങൾക്ക് ചെറിയ ഭീഷണിയുടെയൊക്കെ ഒരു കാര്യങ്ങൾ വരുന്നുണ്ട്. അത് ദയവ് ചെയ്ത് അങ്ങനെ ചെയ്യുന്നവർ ഞങ്ങളുടെ ഭാഗത്തെ തെറ്റുകളല്ല, സ്വയമായിട്ട് ഞങ്ങളുടെ പാർട്ടിയിലേക്ക് വരുന്ന ആ ആൾക്കാരെ ഞങ്ങൾ മെമ്പർഷിപ്പിൽ ചേർക്കുന്നത് മാത്രമേ ഉള്ളൂ. ഉപ്പുതറ ലോക്കൽ സെക്രട്ടറി TS ഉദയകുമാർ അധ്യക്ഷത വഹിക്കും. സംസ്ഥാന കമ്മിറ്റി അംഗം VK മുഹമ്മദ് ആസിഫ് ആലുവ മുഖ്യപ്രഭാഷണം നടത്തും. സംസ്ഥാന കമ്മിറ്റി അംഗം N കനി, സ്റ്റേറ്റ് ഇൻചാർജ് കമ്മിറ്റി പ്രതിനിധി മോഹൻദാസ്, ഏരിയ സെക്രട്ടറി K സജീവ്, ഏരിയ കമ്മിറ്റി അംഗം S ജോസഫ്, MA മാത്യു, രാജേഷ് V, മുത്തുരാജ് തമ്പി, സന്തോഷ്, പ്രമോദ് AP, ഝാൻസി, വർഗീസ്, പ്രേംകുമാർ, സന്ധ്യ രാജേഷ് തുടങ്ങിയവർ സംസാരിക്കും. വാർത്താസമ്മേളനത്തിൽ KK ജനാർദ്ദനൻ, MM സന്തോഷ്, AP പ്രമോദ്, K സജീവ് എന്നിവർ പങ്കെടുത്തു. KSSP ഇടുക്കി നിയോജക മണ്ഡലം വാർഷിക സമ്മേളനം കട്ടപ്പനയിൽ നടന്നു. KPCC സെക്രട്ടറി തോമസ് രാജൻ ഉദ്ഘാടനം ചെയ്തു. സംസ്ഥാനത്തെ പെൻഷൻ പരിഷ്കരണം നടപ്പിലാക്കേണ്ട സമയം കഴിഞ്ഞിട്ടും പരിഷ്കരണ കമ്മീഷനെ പോലും നിയമിച്ചിട്ടില്ല. സമാശ്വാസം വർഷങ്ങളായി മുടങ്ങിക്കിടക്കുന്നു. ഇടക്കാലത്ത് വഴിപാട് പോലെ അനുവദിച്ച ഒരു ഗഡു DAയുടെ കുടിശ്ശിക നൽകിയിട്ടില്ല. മെഡിസെപ് പദ്ധതി ജീവനക്കാരുടെയും പെൻഷൻകാരുടെയും ബാധ്യതയായി മാറിയിരിക്കുന്നു. തുടങ്ങി നിരവധി വിഷയങ്ങൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് സമ്മേളനം നടന്നത്. KPCC സെക്രട്ടറി തോമസ് രാജൻ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. ലോകത്തിന്റെ സാമ്പത്തിക വളർച്ചയിൽ 7-ാം സ്ഥാനത്തോ 8-ാം സ്ഥാനത്തോ 9-ാം സ്ഥാനത്തോ നിൽക്കുന്നു പറയുന്ന ലോകരാജ്യങ്ങളിൽ പോലും ഒരു കുട്ടി ജനിച്ചു വീണാൽ അവിടുത്തെ മാതാപിതാക്കൾ ഒന്നും അന്വേഷിക്കേണ്ടതില്ല. 60 വയസ്സിലേക്ക് കടക്കുക എന്ന് പറയുന്നത് ജീവിതത്തിലെ ഏറ്റവും മനോഹരമായ ഒരു ഭാഗ്യമാണ്.
60 വയസ്സ് പൂർത്തീകരിക്കുമ്പോൾ രാജ്യം അവരെ ഏറ്റെടുക്കുക. പിന്നീട് അവരുടെ ക്ഷേമവും ഐശ്വര്യവും ചികിത്സയും അവരുടെ സംരക്ഷണവും എല്ലാം രാജ്യത്തിന്റെ ബാധ്യതയും ഉത്തരവാദിത്വം. ആ വികസിത രാജ്യങ്ങളുടെ പട്ടികയിലേക്ക് നമ്മുടെ രാജ്യം 3ാമത്തെ സ്ഥാനത്തേക്ക് വന്നു എന്ന് അഭിമാനബോധത്തോടുകൂടി പറയുമ്പോൾ ഞാൻ നാട്ടിലെ നമ്മൾ ആളുകളോട് ചോദിക്കുന്നുണ്ട്, ഈ വളർച്ചയുടെ ഒരു പങ്ക് രാജ്യത്തെ ഒരു 0.5% ആളുകൾക്ക് അനുഭവവേദ്യമാകാൻ എത്ര പതിറ്റാണ്ടുകൾ കൂടി നമ്മൾ കാത്തിരിക്കേണ്ടി വരും എന്നത്. KSSPA നിയോജക മണ്ഡലം പ്രസിഡന്റ് AD ചാക്കോ അധ്യക്ഷനായിരുന്നു. നഗരസഭാ ചെയർപേഴ്സൺ ബീന ടോമി മുഖ്യപ്രഭാഷണം നടത്തി. സംസ്ഥാന കമ്മിറ്റി അംഗം KA മാത്യു, DCC ജനറൽ സെക്രട്ടറിമാരായ YC സ്റ്റീഫൻ, MD അർജുനൻ തുടങ്ങിയവർ സംസാരിച്ചു. പൊതുസമ്മേളനത്തിന് ശേഷം നടന്ന പ്രതിനിധി സമ്മേളനം ജില്ലാ പ്രസിഡന്റ് PK ഷാജി ഉദ്ഘാടനം ചെയ്തു. തുടർന്ന് സംഘടനാ ചർച്ചയും നടന്നു. ജോസ് വെട്ടിക്കാല, ജോസ് തച്ചേരിൽ, VD എബ്രഹാം തുടങ്ങിയവർ നേതൃത്വം നൽകി. CPM ഇരട്ടിയാർ ലോക്കൽ സമ്മേളനത്തിന് തുടക്കമായി. ഇരട്ടിയാർ സാംസ്കാരിക നിലയത്തിലാണ് സമ്മേളനം നടക്കുന്നത്. പ്രതിനിധി സമ്മേളനം CPM ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം KS മോഹനൻ ഉദ്ഘാടനം ചെയ്തു. സമ്മേളനത്തിന് മുന്നോടിയായി മുതിർന്ന അംഗം ജോസ് മാന്ത്രയിൽ പതാക ഉയർത്തി. തുടർന്ന് നടന്ന സമ്മേളനത്തിൽ വിനീഷ് വിനോദ് രക്തസാക്ഷി പ്രമേയവും കലേഷ് PS അനുശോചന പ്രമേയവും അവതരിപ്പിച്ചു. CPM ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം KS മോഹനൻ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. അപ്പോൾ തൊഴിലില്ലായ്മ രൂക്ഷമാണ്. ഈ രൂക്ഷമാകുമ്പോൾ നരേന്ദ്രമോദി സർക്കാർ ഈ തൊഴിലില്ലായ്മയ്ക്ക് എന്തെങ്കിലും ഒരു പരിഹാരം ഉണ്ടാക്കാൻ ഒരു പ്ലാവിലെ എടുത്ത് കമഴ്ത്തി വെക്കുന്ന ജോലി ചെയ്യുന്നില്ല എന്നതിൻ്റെ ഉത്തമ ദൃഷ്ടാന്തമാണ് കേന്ദ്ര സർവീസിൽ 14 ലക്ഷം ഒഴിവ് ഇപ്പോൾ ഉണ്ട്. നരേന്ദ്രമോദി മനസ്സ് വെച്ചാൽ 14 ലക്ഷം യുവാക്കൾക്ക് ഇപ്പോൾ ജോലി കിട്ടും. കൊടുക്കുമോ? കൊടുക്കുകയല്ല. കാരണം നിയമന നിരോധനമാണ്. നിങ്ങൾ ശ്രദ്ധിച്ചില്ലേ, പട്ടാളത്തിൽ പോലും എവിടെയെങ്കിലും കേട്ടുണ്ടോ കരാർ വ്യവസ്ഥയ്ക്ക് പട്ടാളത്തിന് ആളെടുക്കുന്നത്? ഈ ലോകത്ത് ഏതെങ്കിലും രാജ്യത്ത് ഇങ്ങനെ ഒരു സംഭവമുണ്ട്? ഇവിടെയുണ്ട്. BJP വന്നതിന് ശേഷം 4 കൊല്ലത്തേക്ക് എടുക്കും, അത് കഴിയുമ്പോൾ വിടും, പിന്നെ എടുക്കാറ്. അപ്പോൾ പിന്നെ കുറേ പേർക്ക് തൽക്കാലം ജോലി കൊടുക്കുന്നത് വരുത്താൻ പറ്റും, അത് കഴിയുമ്പോൾ തിരിച്ചു വിടാം. പട്ടാളത്തിൽ അങ്ങനെയാണോ ആളെടുക്കേണ്ടത്? പട്ടാളം നമ്മുടെ ഒരു ഉറച്ച സേനയല്ലേ, ഏത് ഘട്ടങ്ങളിലും നമുക്ക് പ്രയോജനപ്പെടുന്നതല്ലേ, നല്ല ആത്മവിശ്വാസത്തോടെ രാജ്യത്തിന് വേണ്ടി പോരാടേണ്ടവരല്ലേ. ഏത് നിലയ്ക്ക് നോക്കിയാലും പട്ടാളത്തിൽ ജോലിയെടുക്കുന്നവർക്ക് മാനസിക സംഘർഷമില്ലാതെ ആ ജോലി ചെയ്യാൻ കഴിയുന്ന സാഹചര്യം വേണോ വേണ്ടയോ? CPM കട്ടപ്പന ഏരിയ സെക്രട്ടറി VR സച്ചി, നേതാക്കളായ മാത്യു ജോർജ്, MC ബിജു, പൊന്നമ്മ സുഗതൻ, PB ഷാജി, ടോമി ജോർജ്, ലോക്കൽ സെക്രട്ടറി റിൻസ് ചാക്കോ തുടങ്ങിയവർ സംസാരിച്ചു. സമ്മേളനത്തോടനുബന്ധിച്ച് വെള്ളിയാഴ്ച നടക്കുന്ന പൊതുസമ്മേളനം CPM ജില്ലാ സെക്രട്ടറി CV വർഗീസ് ഉദ്ഘാടനം ചെയ്യും. വണ്ടിപ്പെരിയാർ ധർമാവലി റോഡിന്റെ നിർമ്മാണ ഉദ്ഘാടനവും ഗ്രാമവാസികളുടെ ആവശ്യപ്രകാരം ആരംഭിച്ച ബസ് സർവീസിന്റെ ഉദ്ഘാടനവും നടന്നു. പീരുമേട് MLA വാഴൂർ സുമൻ ഉദ്ഘാടനം നിർവഹിച്ചു. ഞാൻ ഇതിന്റെ പ്രാധാന്യം കണ്ടുകൊണ്ടാണ്, ഒരു ദൂരക്കാഴ്ചയോടെയാണ് ഇതിന് തുടക്കം കുറിച്ചിട്ടുള്ളത്. ഗവിയിൽ നിന്ന് വരുന്ന വണ്ടികൾ ആളുകൾക്ക് പീരുമേട് എത്തിച്ചേരാനുള്ള എളുപ്പപാതയാണ് ഈ റോഡ്. ഇത് 2 പഞ്ചായത്തുകളെ ബന്ധിപ്പിക്കുന്ന റോഡാണ്. കുരിശുമൂട് തൊട്ട് കല്ലാർകവല വരെ ഈ റോഡ് മുന്നോട്ട് പോകേണ്ടതുണ്ട്. അതിൽ കല്ലാർകവല തൊട്ട് ഗ്രാൻഡ് ബി വരെയുള്ളത് ഞാൻ ജില്ലാ പഞ്ചായത്തിലിരുന്ന കാലത്ത് PMGS വഴി പണിത് റെഡിയാക്കി. വണ്ടിപ്പെരിയാറിൽ നിന്ന് 14 കിലോമീറ്റർ ദൂരമാണ് ഇവിടേക്കുള്ളത്. നിരവധിയായ സാധാരണക്കാരും കർഷകരും തോട്ടം തൊഴിലാളികളും സ്കൂൾ കുട്ടികളും ആശ്രയിക്കുന്ന റോഡ് കൂടിയാണിത്. മുൻപ് റോഡിലെ പൊളിഞ്ഞുകിടന്നിരുന്ന ഭാഗങ്ങൾ ത്രിതല പഞ്ചായത്തുകൾ തുക വകയിരുത്തി നിർമ്മിച്ചിരുന്നു. എന്നിട്ടും റോഡിലെ ദുരിതയാത്രയ്ക്ക് പരിഹാരമായില്ല. തുടർന്ന് നാട്ടുകാർ പീരുമേട് MLAയെ സമീപിച്ചതോടെ റോഡ് നവീകരണത്തിനായി ആസ്തി വികസന ഫണ്ടിൽ നിന്നും 40 ലക്ഷം രൂപ അനുവദിച്ചു. ഈ തുക ഉപയോഗിച്ചുകൊണ്ടുള്ള നിർമ്മാണ പ്രവർത്തനങ്ങളാണ് നിലവിൽ ആരംഭിച്ചിരിക്കുന്നത്. ഇതോടൊപ്പമാണ് പ്രദേശത്തേക്ക് വീണ്ടും സ്വകാര്യ ബസ് സർവീസും ആരംഭിച്ചത്. രാവിലെ 8 മണിക്ക് ധർമാവലിയിൽ നിന്നും സർവീസ് ആരംഭിക്കുന്ന ബസ് വൈകുന്നേരം 7 മണിക്ക് ധർമാവലിയിൽ സർവീസ് അവസാനിപ്പിക്കുന്ന തരത്തിലാണ് ആരംഭിച്ചിരിക്കുന്നത്. റോഡിന്റെ നിർമ്മാണ ഉദ്ഘാടനവും ബസ് സർവീസിന്റെ ഉദ്ഘാടനവും പീരുമേട് MLA വാഴൂർ സോമൻ നിർവഹിച്ചു. ജില്ലാ പഞ്ചായത്ത് അംഗം SP രാജേന്ദ്രൻ, ഗ്രാമപഞ്ചായത്ത് അംഗം ഷീല കുളത്തുങ്കൽ, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം PM നൌഷാദ് തുടങ്ങിയവർ പങ്കെടുത്തു.
അയ്യപ്പൻകോവിൽ കൃഷിഭവന്റെ നേതൃത്വത്തിൽ കേരള കാർഷിക വികസന കർഷക ക്ഷേമ വകുപ്പിന്റെ ആഭിമുഖ്യത്തിൽ പോഷകത്തോട്ടം പദ്ധതിയുടെ ഭാഗമായി സബ്സിഡി നിരക്കിൽ പച്ചക്കറി തൈകൾ വിതരണം ചെയ്യുന്നു. ആദ്യം അപേക്ഷിക്കുന്ന 115 പേർക്കാണ് തൈകൾ ലഭിക്കുക. കേരള കാർഷിക വികസന കർഷക ക്ഷേമ വകുപ്പിന്റെയും പോഷക സമൃദ്ധി മിഷന്റെയും ജൈവ കാർഷിക മിഷനും സംയുക്തമായി നടപ്പാക്കുന്ന പോഷകത്തോട്ടം പദ്ധതിയുടെ ഭാഗമായിട്ടാണ് ഓരോ വീട്ടിലും ആവശ്യമായ വിഷരഹിത പച്ചക്കറി ഉൽപ്പാദിപ്പിക്കുകയെന്ന ലക്ഷ്യത്തോടെ പച്ചക്കറി തൈകൾ അടങ്ങിയ കിറ്റുകൾ വിതരണം ചെയ്യുന്നത്. ആദ്യം അപേക്ഷിക്കുന്ന 115 പേർക്കാവും അയ്യപ്പൻകോവിൽ പഞ്ചായത്തിൽ പദ്ധതിയുടെ പ്രയോജനം ലഭിക്കുക. പച്ചക്കറി തൈകൾ, അതിനുവേണ്ട ജൈവ ജീവാണുവളങ്ങൾ, ജൈവ കീടനാശിനികൾ എന്നിവ അടങ്ങുന്ന 800 രൂപയുടെ കിറ്റ് 300 രൂപയ്ക്ക് സബ്സിഡി നിരക്കിൽ നൽകുമെന്ന് അയ്യപ്പൻകോവിൽ കൃഷി ഓഫീസർ അന്ന ഇമ്മാനുവൽ പറഞ്ഞു. കേരള കാർഷിക വികസന കർഷക ക്ഷേമ വകുപ്പിന്റെ ആഭിമുഖ്യത്തിൽ നടത്തുന്ന പോഷക സമൃദ്ധി മിഷന്റെയും ജൈവ കാർഷിക മിഷന്റെയും ഭാഗമായിട്ട് നമ്മൾ VDP വെജിറ്റബിൾ ഡെവലപ്മെന്റ് സ്കീമിൽ പോഷകത്തോട്ടം സ്കീം നടപ്പിലാക്കുന്നുണ്ട്. ഈ സ്കീമിലൂടെ നമ്മൾ അയ്യപ്പൻകോവിൽ പഞ്ചായത്തിലെ 115 കർഷകർക്ക് 115 വീടുകളിലേക്ക് പച്ചക്കറികൾ, ജൈവ വളങ്ങൾ, ജൈവ ജീവാണു വളങ്ങൾ, കീടനാശിനികൾ എന്നിവയൊക്കെ ജൈവ കീടനാശിനികളൊക്കെ ഉൾപ്പെടുന്ന 800 രൂപയുടെ ഒരു കിറ്റ് 300 രൂപയ്ക്ക് സബ്സിഡി നിരക്കിൽ നമ്മൾ വിതരണം ചെയ്യുകയാണ്. ഇപ്പോൾ പഞ്ചായത്തിലെ ഓരോ വീട്ടിലും 5 സെൻറ്റെങ്കിലും വിഷരഹിതമായ പച്ചക്കറി ഉൽപ്പാദിപ്പിച്ച് പച്ചക്കറിയിൽ സ്വയം പര്യാപ്തരാകുക എന്നുള്ളൊരു ലക്ഷ്യത്തോടെയാണ് നമ്മൾ ഈ പദ്ധതി നടപ്പിലാക്കുന്നത്. അപ്പോൾ നമ്മൾ 115 പേർക്കാണ് നമുക്ക് ഇപ്പോൾ ഈ സ്കീം ഇവിടെ അലോട്ട് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഏറ്റവും പെട്ടെന്ന് തന്നെ കൃഷിഭവനിലെത്തി അപേക്ഷ നൽകേണ്ടതാണ്. കിറ്റുകൾ ആവശ്യമുള്ളവർ കൃഷിഭവനിൽ നേരിട്ടെത്തി അപേക്ഷയോടൊപ്പം ആധാർ കാർഡിന്റെ കോപ്പിയും 300 രൂപയും അടയ്ക്കണം. ചതുപ്പിൽ പൂണ്ടുപോയ പശുവിനെ ഫയർഫോഴ്സും പ്രദേശവാസികളും ചേർന്ന് രക്ഷപ്പെടുത്തി. മൂന്നാറിലായിരുന്നു സംഭവം നടന്നത്. പെരിയവാര പുതുക്കാട് സ്വദേശിയുടെ മേയാൻ വിട്ട പശുവായിരുന്നു ചതുപ്പിൽ അകപ്പെട്ടു പോയത്. മൂന്നാർ സർക്കാർ കോളേജിന് സമീപമുള്ള ചതുപ്പിലായിരുന്നു പെരിയവാര പുതുക്കാട് സ്വദേശിയുടെ മേയാൻ വിട്ട പശു പൂണ്ടുപോയത്. പശു ചതുപ്പിൽ താഴ്ന്നതോടെ വിവരം ഫയർഫോഴ്സിൽ അറിയിച്ചു. ഉടൻ മൂന്നാർ ഫയർഫോഴ്സ് സംഘമെത്തി രക്ഷാപ്രവർത്തനം ആരംഭിച്ചു. പ്രദേശവാസികളും സഹായവുമായി എത്തി. ഒടുവിൽ പശുവിനെ ചതുപ്പിൽ നിന്നും രക്ഷപ്പെടുത്തി പുറത്തെത്തിച്ചു. ചതുപ്പിൽ പൂണ്ടതോടെ പശുവും വിളറി പൂണ്ട നിലയിലായിരുന്നു. ചതുപ്പിൽ നിന്നും കരക്കെത്തിച്ചതോടെ മിണ്ടാപ്രാണിക്കും ആശ്വാസമായി. ഇനി നേർക്കാഴ്ചയിലേക്ക്. നേർക്കാഴ്ച നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് പ്രിയപ്പെട്ടവരുടെ സന്തോഷം പരിശുദ്ധമായ പൊന്നിലൂടെ KG's ജ്വല്ലറി, കോട്ടയം കട, സിൻസ് 1950. പാഞ്ചാലിയുടെ പേരിൽ അറിയപ്പെടുന്ന സ്ഥലമാണ് ഇടുക്കിയിലെ പാഞ്ചാലിമേട്. വനവാസകാലത്ത് പാണ്ഡവർ പാഞ്ചാലിക്കൊപ്പം നാളുകളോളം ഇവിടെ താമസിച്ചിട്ടുണ്ടെന്നാണ് വിശ്വാസം. പാഞ്ചാലിമേടിന്റെ വിശേഷങ്ങൾ കാണാം. ദ്വാപര യുഗത്തോളം പഴക്കമുള്ള കഥകളുടെ നാട്. ആകാശവും മരങ്ങളും എവിടെ അതിരിടുന്നു എന്ന് മനസ്സിലാകാത്ത രീതിയിൽ മഞ്ഞു പൊതിഞ്ഞു നിൽക്കുന്ന ഇടം. ആളുയരത്തിൽ വളർന്നു നിൽക്കുന്ന പുല്ല. പറഞ്ഞു വരുമ്പോൾ ഇവിടെയെല്ലാമുണ്ട്. വന്നെത്തിയാൽ പിന്നെ തിരികെ പോകുവാൻ തോന്നിപ്പിക്കാത്ത ഒരു ഭംഗി ഈ നാടിനുണ്ട്. വനവാസകാലത്ത് പാണ്ഡവരും പാഞ്ചാലിയും ഒളിവിൽ താമസിച്ചുവെന്ന് വിശ്വസിക്കപ്പെടുന്ന സ്ഥലമാണ് പാഞ്ചാലിമേട്. പാഞ്ചാലിക്കുളം, ആനക്കല്ല്, ഗുഹ, അടുപ്പുകല്ലുകൾ എന്നിങ്ങനെ ഐതിഹ്യത്തിന് ബലമേകുന്ന നിരവധി കാഴ്ചകളാണ് ഇവിടെയുള്ളത്. പാണ്ഡവരും പാഞ്ചാലിയും വസിച്ചിരുന്നു എന്ന വാദത്തിന് ബലമേകുന്ന കാഴ്ചകളും വിശ്വാസങ്ങളും പാഞ്ചാലിമേട്ടിൽ ഒരുപാടുണ്ട്. പാണ്ഡവർ ഭക്ഷണം പാകം ചെയ്യാൻ ഉപയോഗിച്ച കല്ലുകൾ, പാഞ്ചാലിക്ക് കുളിക്കുവാനായി ഭീമൻ നിർമ്മിച്ച പാഞ്ചാലിക്കുളം, അവർ താമസിച്ചിരുന്നുവെന്ന് കരുതുന്ന പാണ്ഡവ ഗുഹ, ഇവിടെയുള്ള ഭീമന്റെ കാൽപ്പാടുകൾ, തന്നെ ഉപദ്രവിക്കുവാനായി ഓടിയെത്തിയ ഒരാനയെ പാഞ്ചാലി ശപിച്ച് കല്ലാക്കി മാറ്റിയ ആനക്കല്ല് എന്നിവ ഇതിനുദാഹരണങ്ങളാണ്. പാഞ്ചാലിമേടെന്ന് പറയുന്നത് കാലങ്ങൾക്ക് മുമ്പ് ഞങ്ങളുടെ അച്ഛനമ്മമാരുടെ മുമ്പ് മുതലേ ഇങ്ങനെ ഈ പാഞ്ചാലിമേടെന്ന് പറഞ്ഞു കേൾക്കുന്നു. അപ്പോൾ അത് പഞ്ചപാണ്ഡവർ വസിച്ചിരുന്ന സ്ഥലമെന്നാണ് വിശ്വസിക്കപ്പെടുന്നത്.
അപ്പോൾ അവരുടെ വനവാസ കാലത്ത് അവരിവിടെ വന്നിരുന്നെന്നും അവരിവിടെ വന്ന് വസിച്ചിരുന്നും അവർക്ക് കുളിക്കാനായിട്ട് അവിടെ ഒരു 2 മല കൂട്ടിക്കെട്ടി ഒരു തടാകം സൃഷ്ടിച്ച് അതിൻ്റെ അകത്ത് കുളിച്ചിട്ട് മലമുകളിൽ വിശ്രമിക്കാനിരുന്നതായിട്ടാണ് പറയപ്പെടുന്നത്. അപ്പോൾ 5 പേരവിടെ ഇങ്ങനെ ഇരിക്കുന്നതായിട്ട് ചാരി ഇരിക്കാൻ ഉപയോഗിച്ച കല്ല്, കിടന്നുറങ്ങാൻ ഉപയോഗിച്ച കല്ല്, പിന്നെ അവർ ഭക്ഷണങ്ങൾ അങ്ങനെ എന്തെങ്കിലും ഉണ്ടാക്കിയാണോ എന്നറിയില്ല, അടുപ്പൊക്കെ അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പോൾ കുറേയൊക്കെ നഷ്ടപ്പെട്ടു പോയി, കുറച്ചൊക്കെ അവശിഷ്ടങ്ങൾ അവിടെയുണ്ട്. പിന്നെ ഈ കുളം ഇഷ്ടംപോലെ വെള്ളമുള്ളതാണ്. അതിപ്പോൾ ചേറ് കയറി നികന്ന് കിടക്കുന്നു. അതിൻ്റെ നടുക്കൊരു കിണറുണ്ട്. അത് എല്ലാവർക്കും അറിയാവുമെന്നറിയില്ല, ഒരുമാതിരി എല്ലാവർക്കും അറിയാവുന്ന കാര്യങ്ങളാണ്. സമുദ്രനിരപ്പിൽ നിന്ന് 2500 അടിയോളം ഉയരത്തിലുള്ള പാഞ്ചാലിമേടിന്റെ വശ്യചാരുത സഞ്ചാരികളുടെ ലഹരിയാണ്. മലനിരകളും കോടയും ചേർന്ന ദൃശ്യവിരുന്നാണ് അതിൽ മുഖ്യം. മലനിരകളെ തൊട്ടു തലോടി വിരുന്നെത്തുന്ന കോടമഞ്ഞും മഞ്ഞുമൂടിയ മലനിരകളും ആരെയും അതിശയിപ്പിക്കും. എത്ര നേരം ചിലവഴിച്ചാലും ഒട്ടും മടുക്കില്ലാത്ത കാഴ്ചകളാണ് ഇവിടെയുള്ളത്. മൂന്നാറും വാഗമണ്ണും തേക്കടിയും ഒക്കെ പോലെ തന്നെ സുന്ദരമായ എന്നാൽ അധികമാരും അറിയാത്ത 100 കണക്കിനിടങ്ങൾ ഇടുക്കിയിലുണ്ട്. പാഞ്ചാലിമേടെന്ന പ്രകൃതി വിരുന്ന് അതിനൊരു ഉത്തമ ഉദാഹരണമാണ്. നേർക്കാഴ്ച നിങ്ങൾക്കായി അവതരിപ്പിച്ചത് പ്രിയപ്പെട്ടവരുടെ സന്തോഷം പരിശുദ്ധമായ പൊന്നിലൂടെ KG's ജ്വല്ലറി, കോട്ടയം കട, സിൻസ് 1950. ഇനി കമ്പോള വില നിലവാരം. കമ്പോളം നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് പ്രിയപ്പെട്ടവരുടെ സന്തോഷം പരിശുദ്ധമായ പൊന്നിലൂടെ KG's ജ്വല്ലറി, കോട്ടയം കട, സിൻസ് 1950. ശാന്തൻപാറ കാർഡമം പ്ലാന്റേഴ്സ് അസോസിയേഷൻ ഏലക്കാലയിലെ വിവരം. ആകലോട്ട് 130, വിൽപ്പനയ്ക്ക് വന്നത് 23,385, വിൽപ്പന നടന്നത് 23,071, കൂടിയ വില 3,025, ശരാശരി വില 2,747. കട്ടപ്പന കമ്പോളം. കുരുമുളക് കിലോഗ്രാമിന് 600 രൂപ, ഏലം കൂടിയ വില 2,750, ഏലം ശരാശരി വില 2,200. കാപ്പിപ്പരിപ്പ് 365, ഗ്രാമ്പു 900, കൊക്കോ 85, റബ്ബർ 190. സ്വർണം വെള്ളി വിപണി. സ്വർണം ഗ്രാമിന് 7,145 രൂപ, വെള്ളി 101. കമ്പോളം നിങ്ങൾക്കായി അവതരിപ്പിച്ചത് പ്രിയപ്പെട്ടവരുടെ സന്തോഷം പരിശുദ്ധമായ പൊന്നിലൂടെ KG's ജ്വല്ലറി, കോട്ടയം കട, സിൻസ് 1950. പ്രധാന വാർത്തകളിലേക്ക് ഒരിക്കൽ കൂടി. ഏലക്ക വിപണിയിൽ ഉണ്ടായിട്ടുള്ള വില വർധനവ് കാർഷിക മേഖലയ്ക്ക് പ്രതീക്ഷ. കഴിഞ്ഞ കുറേ ദിവസങ്ങളായി തുടർച്ചയായി വിപണിയിൽ ഏലക്കായ്ക്ക് വില വർദ്ധിക്കുന്നത് കർഷകർക്ക് പ്രതീക്ഷ നൽകുന്നു. എന്നാൽ ഉയർന്ന വില ലഭിക്കുമ്പോഴും വേണ്ട വിധം വിപണിയിലെത്തിക്കാൻ ഉൽപ്പന്നമില്ലാത്തത് പ്രതിസന്ധി. സുഹൃത്തിന്റെ മൃതദേഹവുമായി തമിഴ്നാട്ടിൽ നിന്നും മരണാനന്തര ചടങ്ങുകൾക്ക് വണ്ടിപ്പെരിയാറിലേക്ക് വരുന്നതിനിടെ മദ്യത്തിൽ ബാറ്ററി വെള്ളം കലർത്തി കഴിച്ച ഒരാൾ മരിച്ചു. മരിച്ചത് ചുരക്കുളം അപ്പർ ഡിവിഷൻ കല്ലുവേലിപ്പറമ്പിൽ ജോബിൻ. ഒപ്പമുണ്ടായിരുന്ന സുഹൃത്തിനെ ഗുരുതരാവസ്ഥയിൽ കോട്ടയം മെഡിക്കൽ കോളേജിൽ പ്രവേശിപ്പിച്ചു. തൊടുപുഴയിൽ 34 ഗ്രാം MDMA-യുമായി യുവാവ് പിടിയിലായത് കുമാരമംഗലം സ്വദേശി റസിൻ ഫാമിൻ. ടോറസ് ലോറിയിൽ കഞ്ചാവ് കടത്തിയ കേസിൽ ഒളിവിൽ കഴിഞ്ഞിരുന്ന 3-ാം പ്രതി എക്സൈസ് സംഘത്തിന്റെ പിടിയിൽ.
മോദി സർക്കാർ വയനാട്ടിലെ ദുരിതബാധിതരോട് കാട്ടുന്ന അവഗണനയിലും വഞ്ചനയിലും പ്രതിഷേധിച്ച് CPI കട്ടപ്പന ഹെഡ് പോസ്റ്റ് ഓഫീസിലേക്ക് മാർച്ചും ധർണയും സംഘടിപ്പിച്ചു. വയനാട്ടിൽ ദുരിതബാധിതരെ വഞ്ചിച്ച പ്രധാനമന്ത്രിക്ക് മരിച്ചവരുടെ ആത്മാക്കൾ പോലും മാപ്പു നൽകില്ലെന്ന് CPI സംസ്ഥാന കൗൺസിൽ അംഗം KK ശിവരാമൻ. ഇതോടുകൂടി വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.